അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധനാമമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ആ വീഡിയോയുടെ തുടർച്ച തന്നെയാണിത്. അതായത് യേശുക്രിസ്തു അനാദിയും ശാശ്വതവാനുമായ ക്രിസ്തു എന്നുള്ള ആ ഒരു ഇത് ആണ് അതിൻ്റെ ടൈറ്റിൽ അവിടെ കിടക്കുന്നത്. അതിൻ്റെ ബാക്കിയാണിത്. ആ യേശുക്രിസ്തു ആരാണ്, എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കേൾക്കുക. ദൈവം സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അപ്പോൾ അനാദിയും ശാശ്വതവാനുമായ ക്രിസ്തു, പ്രവചന നിവൃത്തീകരണമായ ക്രിസ്തു. അനാദിയും ശാശ്വതവാനുമായ ക്രിസ്തു, പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായ ക്രിസ്തു, തന്നെത്താൻ ശൂന്യനാക്കിയവനായ ക്രിസ്തു, തന്നെത്താൻ ശൂന്യനാക്കി മരണത്തോളം ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, ആദ്യജാതനായ ക്രിസ്തു, വീണ്ടും വരുന്നവനായ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, മനസ്സലിവുള്ള ക്രിസ്തു, ദയാനിധിയായ ക്രിസ്തു, സ്നേഹമായ ക്രിസ്തു, നല്ല ഇടയനായ ക്രിസ്തു, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു, പുനരുത്ഥാനവും ജീവനുമായ ക്രിസ്തു, രാജാവും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഏക മധ്യസ്ഥനായിരിക്കുന്ന ക്രിസ്തു, തൻ്റെ വിശുദ്ധർക്കായിട്ട്, തൻ്റെ മണവാട്ടി സഭയ്ക്കായിട്ട് ഭവനം ഒരുക്കുന്നവനായ ക്രിസ്തു, രാജാവും വീണ്ടും വരുന്നവനായ ക്രിസ്തു, തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനായ ക്രിസ്തു, പ്രതിഫലം കൊടുക്കുന്നവനായ, കണക്ക് ചോദിച്ച് പ്രതിഫലം കൊടുക്കുന്നവനായ ക്രിസ്തു, രാജാവും കർത്താവും, വീരനാം ദൈവവും, അത്ഭുത മന്ത്രിയും, നിത്യരാജാവുമായിട്ട് ഈ ഭൂമിയിൽ വാണരുളുന്നവനായ ക്രിസ്തു, വാഴുവാൻ പോകുന്നവനായ ക്രിസ്തു, പ്രവാചകനായ ക്രിസ്തു, ദാസനായ ക്രിസ്തു, മനുഷ്യനായ ക്രിസ്തു, ദൈവമായ ക്രിസ്തു, ഏക മധ്യസ്ഥനായ ക്രിസ്തു, തേജോമയനായ ക്രിസ്തു, 1000 മധ്യാഹ്ന സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നവനായ ക്രിസ്തു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ ക്രിസ്തു, മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ക്രിസ്തു, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായ ക്രിസ്തു, വായിൽ നിന്നും ഇരുവായുത്തല വാൾ പുറപ്പെടുന്നവനായ ക്രിസ്തു, ഹിമം പോലെ വെളുത്ത മുടിയുള്ളവനായ ക്രിസ്തു, അനേകം രാജമുടികൾ ധരിച്ചവനായ ക്രിസ്തു, കിരീടധാരിയായ ക്രിസ്തു, നിലയങ്കി ധരിച്ചവനായ ക്രിസ്തു, ഊതിക്കഴിച്ച വെള്ളോട്ട് സദൃശ്യമായ പാദങ്ങളുള്ളവനായ ക്രിസ്തു, 7 പൊൻനിഴലുകൾക്ക് മധ്യേ ഉലാവുന്നവനായ ക്രിസ്തു, 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നവനായ ക്രിസ്തു, ഏകാധിപതിയായ ക്രിസ്തു, രാജാവായ ക്രിസ്തു, സർവന്യായാധിപനായ ക്രിസ്തു, സകലത്തിലും ഉന്നതമായ നാമധാരിയായ ക്രിസ്തു, വാഗ്ദത്ത നിവൃത്തീകരണമായ ക്രിസ്തു, സൃഷ്ടാവായ ക്രിസ്തു, പരിപാലകനായ ക്രിസ്തു, സംരക്ഷകനായ ക്രിസ്തു, പരിപാലകനായ ക്രിസ്തു, സർവശക്തനായ ക്രിസ്തു, സർവജ്ഞാനിയായ ക്രിസ്തു, സർവാധികാരിയായ ക്രിസ്തു, സർവവ്യാപിയായ ക്രിസ്തു, ഏകജാതനായ ക്രിസ്തു, ആദ്യജാതനായ ക്രിസ്തു, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ആദ്യജാതനായി തീർന്ന ക്രിസ്തു. അതായത് വിശുദ്ധന്മാരിൽ വിശുദ്ധജനത്തിൻ്റെ ആദ്യജാതനായ ക്രിസ്തു. മരിച്ചവരുടെ നിന്നും ആദ്യമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീർന്നത്.
സർവന്യായാധിപൻ, സർവത്തിൻ്റെയും ന്യായാധിപനായ ക്രിസ്തു, കൃപാസനത്തിൽ നിന്നും ന്യായാസനത്തിലേക്ക് കരേറുവാൻ പോകുന്നവനായ ക്രിസ്തു, സകലത്തെയും ന്യായം വിധിക്കുന്നവനായ ക്രിസ്തു, രാജാതിരാജാവും കർത്താതികർത്താവും, വീരനാം ദൈവവും അത്ഭുത മന്ത്രിയും നിത്യരാജാവുമായ നിത്യപിതാവുമായ ക്രിസ്തു, വീരനാം ദൈവമായ ക്രിസ്തു, അത്ഭുത മന്ത്രിയായ ക്രിസ്തു, അത്ഭുതവാനായ ക്രിസ്തു, അതിശയവാനായ ക്രിസ്തു, സാത്താൻ്റെ സർവായുധ വർഗത്തെ വെപ്പിച്ച് ജയാളിയായി തീർന്ന ക്രിസ്തു, നിത്യപിതാവായ ക്രിസ്തു, സ്വർഗീയ ജെറുസലേമിൻ്റെ സൂര്യനായ ക്രിസ്തു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായ ക്രിസ്തു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനായ ക്രിസ്തു, ആത്മസ്നാപകനായ ക്രിസ്തു, അഗ്നിദായകനായ ക്രിസ്തു, ആത്മഫലദായകനായ ക്രിസ്തു, ആത്മവരദായകനായ ക്രിസ്തു, അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്നവനായ ക്രിസ്തു, സ്വർഗീയ ജെറുസലേമിൻ്റെ സൂര്യനായ ക്രിസ്തു. അപ്പം ഇത്രയൊക്കെയാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്പമായിട്ട് ഞാൻ ക്രിസ്തുവിൽ ബൈബിൾ പഠനത്തിലും ദൈവിക ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും കൂടെ അല്പമായി ഗ്രഹിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനിയുണ്ട്, ഇനി ഞാനത് എൻ്റെ കുറേ കൂടി കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ അത് പറയാം. കാര്യം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തന്നെ സമയം ഇതിലായി. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി മറ്റ് നമ്മുടെ പ്രധാനപ്പെട്ട സ്വർഗീയ സന്ദേശം, അതായത് ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ആ സന്ദേശം പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒരു ബേസായിട്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ബേസ്, ഒരു അറിവ് നിങ്ങൾക്കുണ്ട്, ഒരു പരിജ്ഞാനം, ഒരു ജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ദൈവവചനത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ തിരുവചനം വായിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. മുഴുവനും തിരുവചനത്തിൽ പറയുന്ന, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ച ഇവിടെ ഞാൻ ഉദ്ധരിച്ച കാര്യങ്ങളെല്ലാം. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, മുഴുവൻ തിരുവചനങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് ഈ ക്രിസ്തുവിനെ ഞാൻ നേരത്തെ പറഞ്ഞിങ്ങനെ ഈ ക്രിസ്തുവിനെ നമ്മൾ നിഷേധിക്കരുത്. ഈ ദൈവസ്നേഹത്തെ നമ്മൾ നിഷേധിക്കരുത്. ഈ ദൈവസ്നേഹത്തെ നമ്മൾ നിഷേധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റി ഒഴിയുവാനായിട്ട് പറ്റില്ല. കാര്യം സുവിശേഷത്താൽ ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും സകല മനുഷ്യനും നിയമിച്ചാക്കിയിരിക്കുന്നു. കാര്യം ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യനൊക്കെ മരണമുണ്ട്. ഈ മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. സകല മനുഷ്യനും അത് നിയമിച്ചാക്കിയിരിക്കുക. മരണമെന്ന് പറയുന്നത് അവസാനമല്ല. പലരും ചിന്തിച്ചിരിക്കുന്നത് മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞുവെന്നാണ്. ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞുവെന്നാണ്. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്, 100% തെറ്റായ ഭോഷത്വപൂർണമായൊരു ധാരണയാണ്. മരണം എന്ന് പറയുന്നത് നിത്യമായ ജീവിതത്തിലേക്കുള്ള ഒരു ജനനമാണ്. ഈ നിത്യമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്വർഗത്തിൽ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ ദൈവത്തോടു കൂടെയുള്ള വാസം, അതല്ലെങ്കിൽ നിത്യമായി നരകത്തിൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക്, പാതാളത്തിലുള്ള വാസം. ഇത് രണ്ടുമാണ് നിത്യത, രണ്ടും നിത്യത തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ സുവിശേഷത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ സുവിശേഷപ്രകാരമാണ് നമുക്ക് ന്യായവിധി വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ ഞാനത് ഞാൻ തന്നെ ആ തിരുവചനം ഒന്ന് വായിക്കുവാനായിട്ടൊരു പ്രേരണ ഉള്ളതുകൊണ്ട് ഞാൻ ആ തിരുവചനം വായിക്കാം. സമയത്തിൻ്റെ പരിമിതി ഉണ്ട്, എങ്കിലും ആ തിരുവചനം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും പരിശുദ്ധാത്മാവിനും തോന്നുന്നതുകൊണ്ട് ആ വചനമൊന്ന് ഞാൻ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17 മുതലുള്ള
വാക്യങ്ങളാണ്. അത് ഞാൻ വായിക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ ലോകമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ലോകമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനുമാണ്. മനുഷ്യൻ മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനെയും ദൈവം സ്നേഹിക്കുന്നു. മനുഷ്യനെ അധികമായി സ്നേഹിക്കുന്നു, ധാരാളമായി സ്നേഹിക്കുന്നു. തൻ്റെ സ്വഭാവത്തെ വെടിയുവാൻ, അല്ലെങ്കിൽ തൻ്റെ സാദൃശ്യത്തെയും സ്വരൂപത്തെയും വെടിയുവാൻ കർത്താവിന് കഴിയത്തില്ലല്ലോ, ദൈവത്തിന് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യനെ തന്നെ സ്നേഹിക്കുന്നത്. പക്ഷേ അപ്പോൾ തന്നെ മറ്റുള്ള സൃഷ്ടികളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറയുന്നത്. ദൈവം സ്നേഹമാകുന്നു. അപ്പം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, സകലരെയും തൻ്റെ സൃഷ്ടിയായ സകലത്തെയും സ്നേഹിക്കുന്നു. അപ്പം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, അവനിൽ വിധിപ്പാനല്ല, അവനാൽ ലോകത്തെ രക്ഷിക്കുവാനത്രേ. ഒരിക്കൽ കൂടി ഞാനത് വായിക്കാം. 17 വാക്യം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. കണ്ടോ? അപ്പോൾ ഇവിടെ ജാതി, വർണ്ണം, വർഗ വ്യത്യാസം ഒന്നുമില്ല. ഒരാളെയും പ്രത്യേകമായി പരിഗണിക്കുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊരു വ്യത്യാസമില്ല, വർണ്ണവർഗ വ്യത്യാസമൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഒരു വ്യത്യാസമില്ല, ഒരേ വിലയുള്ളൂ. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നദ്ധയിലും മനുഷ്യന് ദൈവസന്നദ്ധയിൽ സ്ത്രീക്കും പുരുഷനും ഒരേ വിലയാണ് ദൈവസന്നിധിയിലുള്ളത്. ദൈവസന്നിധി അത് ആത്മശരീരമാണ്, ഈ ജഡമല്ല. ഉള്ളിലിരിക്കുന്ന മനുഷ്യനെ പൊതിഞ്ഞ വസ്ത്രമാണ് ഈ ജഡം. ഈ പുറമേ കാണുന്ന ജഡമെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇതാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യനെന്ന് പറയുന്നത്. അകത്തെ മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മറ്റത് ജഡം, ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ് ഈ ജഡം. അപ്പം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഇതാണ് സുവിശേഷത്താലുള്ള ന്യായവിധി. സകലരെയും സകലത്തെയും സുവിശേഷത്താൽ ന്യായം വിധിക്കും എന്ന് തിരുവചനത്തിൽ പറയുന്ന ഇതാണ്. അപ്പം ദൈവത്തിൻ്റെ ഈ സ്നേഹം, ഈ ഹെവൻ, ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ, ഈ സ്വർഗീയ സന്ദേശത്തെ, ഈ സ്വർഗീയ സുവിശേഷത്തെ നിഷേധിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് ഈ സുവിശേഷത്തോട് പ്രതികരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ന്യായവിധി നമ്മൾ ഉറപ്പാക്കിയിട്ടാണ് പോകുന്നത്. നമ്മുടെ നിത്യത നമ്മൾ ഉറപ്പാക്കിയിട്ടാണ് പോകുന്നത്. എങ്ങോട്ടുള്ള നിത്യത? നരകത്തിലേക്ക്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്കുള്ള നിത്യതയ്ക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം നേരെ മറിച്ച് നമ്മൾ കേട്ട സുവിശേഷപ്രകാരം സുവിശേഷത്തോട് പോസിറ്റീവായിട്ട് അങ്ങനെ പ്രതികരിച്ച് ആ പോസിറ്റീവായിട്ട് നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ, ദൈവവചനത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ച് പോസിറ്റീവായിട്ട് ജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോടു കൂടെ നിത്യത കഴിയാം. സ്വർഗീയ ജെറുസലേമിൽ നിത്യയുഗം നമുക്ക് കഴിയാം. അപ്പോൾ അതാണ് ദൈവം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മാർഗമെന്ന് പറയുന്നത് നമുക്ക് ഒറ്റ മാർഗമേ ദൈവം എന്നുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യവർഗത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നൽകിയിട്ടില്ല. സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നൽകിയിട്ടുള്ള ഏക നാമമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകിയിട്ടില്ല. രക്ഷയെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നുള്ള മോചനത്തിനാണ് രക്ഷയെന്ന് പറയുന്നത്. അപ്പം ആ രക്ഷയ്ക്ക് വേണ്ടി, അപ്പം ആ രക്ഷ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ, കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ യേശു ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുക. കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃത്വം ചെയ്യുന്നവൻ. കർത്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം കർത്തൃത്വം ചെയ്യുന്നവൻ, ഭരിക്കുന്നവൻ, യജമാനൻ, ഉടമസ്ഥൻ, ഉടയവൻ, ഉത്തരവാദി, നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ ഈ പദങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. പിന്നെ ഈ യേശുവിനെ പിതാവായ ദൈവം തൻ്റെ ആത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് തിരുവചനം. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. നീതിക്കായി
അധരം കൊണ്ട് ഏറ്റുപറയുകയും രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുകയും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക എന്ന് 10-ാം വാക്യം പറയുന്നു. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യം. ഇങ്ങനെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുകയും രക്ഷ നമുക്ക് ദാനമായി ലഭിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ ഇതേ ഉള്ളു മാർഗം. ഇതിന് നമ്മൾ 1 രൂപ മുടക്കണ്ട. ഈ വചനം അങ്ങ് വിശ്വസിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഈ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മതി. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ ഈ സ്വർഗ്ഗലോകം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന ആ സമയത്ത് ആദ്യമായിട്ട് തൻ്റെ തിരുവായു കൊണ്ട് പറയുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത്, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതായത് ക്രിസ്തുവിൽ വിശ്വസിപ്പാനാണ് പറഞ്ഞത്. മാനസാന്തരപ്പെട്ട്, അതായത് റിട്ടേൺ വന്ന് നമ്മൾ പോകുന്ന അപകടകരമായ നരകത്തിലേക്ക് പോകുന്ന ആ വഴിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് ദൈവിക വഴിയിലേക്ക് തിരിഞ്ഞു വരണം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കുള്ള വഴിയിലാണ്, തിന്മയിലേക്കുള്ള വഴിയില്ല, നരകപാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ടേൺ അടിച്ച് തിരിഞ്ഞു വരണം ദൈവിക പാതയിലേക്ക്, ദൈവവചനത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് തിരിച്ചു വരണം. തിരിച്ചു വന്ന് ദൈവിക ബന്ധമുണ്ടാക്കണം. ദൈവിക ബന്ധമുണ്ടാക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ അതിന് കഴിയത്തുള്ളൂ. കർത്താവ് അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാകുന്നു തിരുവചനം പറയുന്നു. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമ്മൾക്ക് പാപമോചനമുള്ളൂ, പാപശുദ്ധീകരണമുള്ളൂ. മറ്റൊരു മാർഗവുമില്ല. അതിന് ദൈവം വെച്ചിട്ടില്ല. നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അതിന് മറ്റൊരു മാർഗവും വെച്ചിട്ടില്ല. മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച് യാഗമായി തീർന്നത്. യാഗരക്തം, അവസാനത്തുള്ള രക്തം വരെയും ജീവനും ബലിയായി യാഗമായി അർപ്പിച്ചത്, മറുവില കൊടുത്തത് ദൈവത്തിന്. മറ്റു മാർഗമില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാകുന്നു. നിൻ്റെ പാപം രക്താംബരം പോലെ കടും ചുമപ്പായിരുന്നാലും ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ അതിനെ ശുദ്ധീകരിച്ച് ഹിമം പോലെ വെളുപ്പിക്കുവാൻ മതിയായതാകുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. അത് പുണ്യാക രക്തമാണ്, പാപരഹിത രക്തമാണ്. അതിൽ പാപമില്ല. അവൻ പാപം അറിഞ്ഞിട്ടില്ലായിരുന്നു. പാപം അറിയാത്തവനെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിന് സൃഷ്ടിച്ച ജനത്തിനു വേണ്ടി പാപമാക്കി തീർത്തുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം നമുക്ക് പകരക്കാരനായിട്ട് മരിച്ച, നമ്മുടെ ശാപശിക്ഷകളെയും പാപശിക്ഷകളെയും ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ അംഗീകരിക്കുക, അധരം കൊണ്ട് ഏറ്റുപറയുക, ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ തിരുവചനത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട്, അതായത് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ദൈവമകനായിത്തീരും, ദൈവമകളായിത്തീരും. ഇതാണ് ദൈവവചന വ്യവസ്ഥ. ആദ്യത്തെ വ്യവസ്ഥ ഇതാണ്. മാനസാന്തരപ്പെട്ട്, അതായത് പാപബോധം, ഞാൻ പാപിയാണെന്നുള്ള ഉത്തമ ബോധം വരിക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് പാപബോധം ഉണ്ടാകണം. ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി പരിഹാര ശിക്ഷ അനുഭവിച്ച വ്യക്തി യേശുക്രിസ്തുവാണ് എന്നുള്ള ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. തിരുവചനത്തിലൂടെ മാത്രമേ അത് കിട്ടത്തുള്ളൂ. തിരുവചന വായനയിലൂടെയും തിരുവചന കേൾവിയിലൂടെയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അല്ലാണ്ട് അത് കിട്ടത്തില്ല. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അറിയുമ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവൃത്തിയാണ് മാനസാന്തരവും വീണ്ടും ജനനവും അഥവാ രക്ഷയും. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ മകനും മകളുമായിത്തീരും. ദൈവത്തിൻ്റെ മകളും മകനുമായി തീർന്നു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ മുദ്ര നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിടും. നീ ഇന്നു മുതൽ ദൈവരാജ്യത്തിലെ അംഗമാണ് എന്നുള്ള മുദ്ര പരിശുദ്ധാത്മാവിടും. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത സ്വീകരിച്ചുകൊണ്ട് ഈ യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പേര് പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാൽ തൻ്റെ തിരുക്കരം കൊണ്ട് ജീവപുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ജീവപുസ്തകത്തിൽ പേരുണ്ടെങ്കിലുള്ള ഗുണം, അവൻ നിത്യ നരകത്തിലേക്ക് പോകത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലത്രേ. 21-ാം അധ്യായത്തിലുണ്ടത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക എത്രേ.
അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തീപ്പൊയ്കയിൽ നിന്ന് മോചനമുണ്ട്. നിത്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ കഴിയാം. സ്വർഗരാജ്യത്തിൻ്റെ പൗരനായിത്തീരും. ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നാൽ സ്വർഗത്തിൻ്റെ എല്ലാ സമ്പത്തിൻ്റെയും കൂട്ടവകാശിയും പങ്കാളിയുമായിത്തീരാം. ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും. ഇതൊന്നും ഈ ഭൂമിയിൽ വെച്ചുള്ള കാര്യങ്ങളല്ല, നമ്മുടെ മരണശേഷം. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് നേരെ വളരെ തുച്ഛമായി ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷത്തെ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം കഴിഞ്ഞൊരു നിത്യമായ ജീവിതം നമുക്കുണ്ട്. അതിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനല്ല സ്വർഗം നിങ്ങളോട് പറയുന്നത്. അപ്പം നിത്യതയിലേക്കുള്ള കാര്യമാണ്, നിത്യജീവനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സദ്വാർത്ത എന്നുള്ളത് നിത്യജീവനെക്കുറിച്ചുള്ള വചനമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വചനമാണ് സദ്വാർത്ത. ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ. അപ്പോൾ ഇത് നിങ്ങൾ അംഗീകരിക്കുക. ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ വചനപ്രകാരം നിങ്ങൾ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച് പാപബോധത്തോടെ, പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ സുവിശേഷത്തിൽ വിശ്വസിച്ച്, അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ തിരുവചനം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. ശാപങ്ങളെല്ലാം നീങ്ങിപ്പോകും, ശാപശിക്ഷകൾ നീങ്ങിപ്പോകും, നിത്യനരകം നീങ്ങിപ്പോകും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക, ആദരം കൊണ്ട് ഏറ്റുപറയുക. 21 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പോവുക. ഈ തിരുവചനം നിങ്ങളിപ്പോൾ കേട്ടല്ലോ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ഒരു 40 മിനിറ്റുള്ള ആ മെസ്സേജും ആ സന്ദേശവും ഇപ്പോൾ 21 മിനിറ്റുള്ള ഈ സന്ദേശവും നിങ്ങൾ സത്രിതം കേട്ടല്ലോ. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി ഈ യേശുക്രിസ്തുവിനെ നിങ്ങൾ ദൈവസ്നേഹത്തെ നിഷേധിക്കാതെ തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളഞ്ഞ, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച പുത്രനെ തകർത്ത് കളഞ്ഞ, ഉപേക്ഷിച്ച് കളഞ്ഞ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിഷേധിക്കാതെ ഈ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുക, ഏറ്റെടുക്കുക. ഹൃദയവും ആത്മാവും പ്രാണനും ദേഹവും യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. തുടർന്നുള്ള ജീവിതം വിശുദ്ധ വേദപുസ്തകപ്രകാരം, വിശുദ്ധ ബൈബിൾ പ്രകാരം, സത്യവേദ പുസ്തകപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം തുടങ്ങുക. യഥാർത്ഥമായ ദൈവവചന വ്യവസ്ഥ പ്രകാരമുള്ള ക്രിസ്തീയ ജീവിതം തുടങ്ങുക. നിത്യന്യായവിധിയിൽ നിന്നും മോചനം പ്രാപിക്കുക. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. താല്പര്യമുള്ളവർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമകനും ദൈവമകളുമായി തീർന്ന് നിത്യരാജ്യത്തിൻ്റെ അവകാശിയും ഓഹരിക്കാരനുമായി തീരണമെന്ന താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഞാനൊരു പ്രാർത്ഥന ചൊല്ലിത്തരാം. അത് നിങ്ങൾ ഏറ്റുചൊല്ലുക. അപ്പോൾ അത് നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി, കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിപൂർണ വിശ്വാസത്തോടുകൂടി, പാപബോധത്തോടെ, പശ്ചാത്താപത്തോടെ, അനുതാപത്തോടുകൂടി ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ലഭിക്കും. പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിങ്ങൾക്ക് മോചനവും ലഭിക്കും. ഇത് ദൈവം നൽകുന്ന വാഗ്ദാനമാണ്, ഞാൻ നൽകുന്നതല്ല. ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ജനനവും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആദ്യോടന്തം ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അത് മാറ്റമില്ലാത്ത അങ്ങയുടെ വചനമാണ്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് ഞാൻ യോഗ്യനാണെന്ന് അംഗീകരിക്കുന്നു. ഈ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയിൽ കഴിച്ച യാഗം എനിക്ക് പകരക്കാരനായിട്ടാണ് ആ യാഗം അർപ്പിച്ചതെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയുമാണ് യേശുക്രിസ്തു സ്വീകരിച്ചതെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു.
എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ക്രിസ്തുവേശുവിൻ്റെ യാഗത്തിൻ്റെ നീതി എന്നിൽ കണക്കിട്ട് എന്നെയും നീതീകരിച്ച് എന്നെയും ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ മകനായി അങ്ങയുടെ മകളായി അംഗീകരിക്കണമേ. യേശുക്രിസ്തുവിനെ ഞാൻ കർത്താവായി ഇന്നു മുതൽ എന്നിൽ കർത്തൃത്വം നടത്തുന്നവനായി, എൻ്റെ യജമാനനായി, എൻ്റെ ഉടമസ്ഥനായി, എൻ്റെ ഉത്തരവാദിയായി, എന്നെ നയിക്കുന്നവനായി, എന്നെ ഭരിക്കുന്നവനായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ അംഗീകരിക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ യേശുവിനെ അങ്ങയുടെ ആത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ വചനപ്രകാരം എന്നെ മരണത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും എന്നെ വിടുവിച്ച് നിത്യജീവൻ എനിക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മകളായി എന്നെ അംഗീകരിക്കണമേ. അങ്ങയുടെ വചനപ്രകാരം എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ മധ്യസ്ഥനായ ദൈവമേ, എനിക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം ചെയ്യണമേ. അങ്ങയുടെ കാൽവരി യാഗത്തെ എനിക്കും നീതിയായി കണക്കിടണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ, പാപരഹിതമായ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവിനെയും പ്രാണനെയും ജഡത്തെയും ശുദ്ധീകരിച്ച് അവിടുത്തെ ആലയമാക്കി തീർക്കണമേ. അവിടുന്ന് എന്നിൽ വന്ന് വസിക്കണമേ. ഞാൻ എന്നെ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവരാജ്യത്തിലെ അംഗമായി, പ്രജയായി, പൗരനായി എൻ്റെ മേൽ മുദ്രയിടണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ ദൂതന്മാരെ എനിക്ക് കാവലായി ഏർപ്പെടുത്തണമേ. സ്വർഗത്തിൻ്റെ എല്ലാ ക്രിസ്തുവേശുവിനോട് കൂടെ സ്വർഗീയമായ എല്ലാ നന്മകൾക്കും സകലത്തിനും എന്നെയും അവകാശിയാക്കി തീർക്കണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അങ്ങയുടെ വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ വചനത്തോട് പോസിറ്റീവായി പ്രതികരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കേണ്ടതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ സഹായകനായ കാര്യസ്ഥനായ ദൈവമേ, എന്നെ ഇന്നു മുതൽ ഉപദേശിച്ച് വഴി നടത്തണമേ. നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവവചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ വചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിച്ച് എന്നെ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം. ഈ പ്രാർത്ഥന വിശ്വാസപൂർവം, പാപബോധത്തോടെ, പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ, തീരുമാനത്തോടെ, പൂർണ്ണ ഹൃദയ വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി എല്ലാവരും രക്ഷാനിർണയം പ്രാപിച്ചിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം, ക്രിസ്തീയ കുടുംബത്തിലേക്ക്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കുടുംബം എന്നാണ് അതിൻ്റെ അർത്ഥം. യാനി എന്ന് പറഞ്ഞാൽ കുടുംബമെന്ന്. ക്രിസ്തുവിൻ്റെ കുടുംബം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കുടുംബമെന്ന്. ക്രിസ്തുവിൻ്റെ കുടുംബത്തിലേക്ക് അംഗങ്ങളായി തീർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ആ ക്രിസ്തുവേശുവിൻ്റെ കുടുംബത്തിൽ വിശുദ്ധി, കാര്യം ഇവിടെ യാതൊരു അശുദ്ധിയും പാടില്ല. ക്രിസ്തു വിശുദ്ധനാണ്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരായി തീർന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ അധികം ദോഷമായി സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. വിശുദ്ധരായി ജീവിക്കണം. അതിന് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും, ദൈവവചനം സഹായിക്കും. അപ്പോൾ ദൈവവചന വായനയിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും യഥാർത്ഥമായ വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യതയിൽ നമുക്ക് ഒന്നിച്ച് കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ ദൈവിക സന്ദേശത്തെ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ.